എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു നന്ദയോട് പിങ്കി ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഈ അഖില എന്ന് പറയുന്ന ആള് തന്നെയാണ് അഭിരാമി എന്നുള്ള സത്യം. ഇത് കേട്ടത് ഒരു നിമിഷം നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ പിങ്കി പറഞ്ഞ സത്യമാണോ, ക്യാപ്റ്റൻ അഖില തന്നെ ആയിരിക്കുമോ അഭിരാമി? അത് പിങ്കി കണ്ടെത്തിയ ഒരു സത്യമായിരുന്നു. പിന്നീട് നന്ദ ചോദിച്ചു, അല്ല അങ്ങനെ ആ വഴിയുണ്ടോ, അവളൊരു തീവ്രവാദിയല്ലേന്ന് ചോദിക്കുക. ഒരു പക്ഷേങ്കില് തീവ്രവാദിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ. തീവ്രവാദിനെ ആണെങ്കിലോ ഗൗതം സഹായിക്കുന്നേ, എന്തെങ്കിലും ഓഫർ അവള് കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. നന്ദയ്ക്ക് കൺഫ്യൂഷനായി. അവ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഗൗതം സാർ ഒരു ഊരാക്കുടുക്കിലല്ലേ പെട്ടിരിക്കണേന്ന് ചോദിക്കാം. ഗൗതം ഊരാക്കുടുക്കിൽ പെട്ടതല്ലോ. ഗൗതം സ്വയം മനസ്സാലെ എടുത്ത് ചാടിയതായിരിക്കും അങ്ങോട്ട്. പക്ഷേങ്കില് എങ്ങനെ ഗൗതം സാറിനെ രക്ഷിക്കാൻ പറ്റും? നീ ഇനിയിപ്പൊ രക്ഷിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട പിങ്കി. നന്ദേ, ഒരു കാര്യം ഞാൻ പറയാം. നീ ഇനിയിപ്പം അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ നോക്കണമെന്ന് പറയാം. അല്ലിപ്പം അവരെവിടെയാന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? പക്ഷേങ്കിൽ അഭിരാമി ഹോസ്പിറ്റലാണോ അതോ വേറെ എവിടെയൊക്കെ ആണെങ്കിലോ എന്ന് നമുക്കറിയില്ലോ എന്ന് പറയാം. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവൾക്ക് ഡെലിവറി വേണമല്ലോ, അപ്പൊ ഹോസ്പിറ്റലിൽ വേണ്ടി വരും. അതുകൊണ്ട് അധിക ദൂരം ഒന്നും പോകാൻ വഴിയില്ല. എന്റേതായ രീതിയിൽ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അല്ല പിങ്കി നീ ധൈര്യമായിട്ട് പൊക്കോ. അങ്ങനെ അഭിരാമിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ നിനക്ക് ഞാൻ എത്തിച്ചേരാം. അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ പക്കലുണ്ടെന്ന് പറയണം. നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനാ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം പിങ്കി പറഞ്ഞ പോലെ തന്നെ ആയിരിക്കോ എന്നോർത്ത് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. നന്ദ മുറിയിലേക്ക് പോവാണ്. നന്ദ മുറിയിലേക്ക് ചെന്നിട്ട് നന്ദയ്ക്ക് ആകെപ്പാടെ സമാധാനക്കേട്. ഇനിയിപ്പോൾ ഒരു തീവ്രവാദിനെയാണോ ഗൗതം സംരക്ഷിച്ചുകൊണ്ടിരിക്കണേ? അതിന് മാത്രം അവർ തമ്മിൽ എന്താ ബന്ധമിരിക്കണേ? തന്നെ ഇത്രയും കാലം വഞ്ചിച്ചുകൊണ്ടിരിക്കുവാണോ? പെട്ടെന്ന് നന്ദ മനസ്സങ്ങോട്ട് വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. മുറി ചെന്നിട്ട് വിനയന്റെ ഫോട്ടോ എടുക്കണം. അച്ഛൻ്റെ ഫോട്ടോ എടുത്തു. അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് അനുമിരുന്ന് പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഈ കേൾക്കണമൊക്കെ സത്യമാണെന്ന് പറയില്ല. പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാ. ഒരു പക്ഷേങ്കിൽ ഒരു തീവ്രവാദിനെയാണോ ഗൗതം സാർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരാളോടൊപ്പമാണ് ഞാൻ ഇത്രയും നാളും കഴിഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അച്ഛനൊരുണ്ടായിരുന്നെങ്കിലോ ഒരു പക്ഷേ എനിക്കിപ്പോൾ താങ്ങും തടലുമായിട്ട് എൻ്റെ കൂടെ നിന്നേനം. അച്ഛൻ്റെ മോള. ഒരു പക്ഷേങ്കിൽ തീവ്രവാദിനെയാണ് ഗൗതം സാറ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഇനി ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അച്ഛൻ്റെ മോള്. നേരെ പോന്ന എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഗൗതം സാറിനെ ഇനി പിന്താങ്ങാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് ഗൗതമിനെ പിന്തുടർന്ന് അർജുൻ പോവാണ്. അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞപ്പോൾ ഗൗതം എന്ത് ചെയ്യണം, ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തുവാണ്. ആ കടയുടെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം. അപ്പൊ അർജുൻ വിചാരിച്ചു, ഗൗതമെടുത്ത് ആർക്കായി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നേ? ഒരു പക്ഷേങ്കിൽ നന്ദയടുത്തെയും പിങ്കിയൊക്കെ പറയുന്ന പോലെ അഭിരാമിയെ കാണാനാണോ ഈ പോക്ക്? അഭിരാമിയുടെ അടുത്തേക്കാണോ? ഒരു കാര്യം ഉറപ്പാ, അഭിരാമിയുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് അർജുൻ അങ്ങനെ പിന്തുടരുവാണ്. ഗൗതം അങ്ങനെ പോയി കുറെ ദൂരം അങ്ങോട്ട് പോയി. 10-25 കിലോമീറ്റർ അങ്ങോട്ട് പോയി. ഇത്രയും ദൂരത്തേക്ക് ഗൗതം വേണ്ടെന്ന് എന്തിനാ പോണേന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. ഹോസ്പിറ്റലിലേക്കോ? ഇതെന്തിനാ ഇങ്ങോട്ട് വന്നേ? അർജുന ഒരു അകലെ വിട്ട് വണ്ടി ഒതുക്കുവാണ്. ഗൗതം പിന്നീട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ അർജുൻ എന്ത് ചെയ്യാണ്, ആ പുറകെ തന്നെ അർജുനും പിന്തുടരുവാണ്. ഈ സമയത്താണ് പിങ്കിക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഗൗതം ഒരു ഹോസ്പിറ്റലുണ്ടെന്നുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വിവരം പിങ്കിക്ക് കിട്ടുവാണ്. ഇത് കിട്ടിയ ഉടനെ പിങ്കി എന്ത് ചെയ്യണം, നന്ദയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. നന്ദയുടെ ചെന്നിട്ട് പറഞ്ഞു, അതെ അവളെക്കുറിച്ച് അഭിരാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണ വിവരങ്ങളൊക്കെ. അല്ല എവിടെയുണ്ടെന്ന് വല്ല അറിഞ്ഞോ? അവള് ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൗതത്തിന് അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനേ പറ്റുള്ളൂ. കാരണം അവളുടെ ഡെലിവറി അടുത്തിരിക്കുന്ന സമയല്ലേ. അല്ല പിങ്കി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയണം. ശരി, ഞാൻ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ പിങ്കി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണെങ്കിൽ അത് അഭിരാമി ആണെങ്കിലോ ക്യാപ്റ്റൻ അഖില തന്നെയാണെങ്കിലോ അഭിരാമി നീ ചോദിച്ചു നോക്ക്. ഗൗതം എന്താ മറുപടി പറയണമെന്ന് അറിയാലോ. ഗൗതത്തിനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഈ സമയം നന്ദ പറഞ്ഞു, ശരി ഞാൻ എന്നാൽ റെഡിയായിട്ട് ഇപ്പൊ തന്നെ പോകാന്ന് പറയാണ്. അങ്ങനെ നന്ദ റെഡിയായിട്ട് വരുവാണ്. നന്ദ റെഡിയായിട്ട് വന്ന് പിങ്കി പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവിടെ ചെന്ന് എന്താ പറയണെന്നൊക്കെ. ഒരു പക്ഷേങ്കിൽ ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ഗൗതത്തിന് പേഴ്സണലായിട്ട് കാര്യങ്ങളായിരിക്കും. ഒരു പക്ഷെ അവളെ സഹായിക്കണമെങ്കിൽ അത്രമാത്രം ഗൗതവുമായിട്ട് അവൾക്ക് അറ്റാച്ച്മെന്റ് കാണുമായിരിക്കും. നന്ദ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒരു കാരണവശാലും ഗൗതം സാറ് കിട്ടി ഈ താലി എന്റെ കഴുത്തിൽ കാണില്ല പെങ്കി. അത് ഞാൻ ഗൗതം സാറിന് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാ വരുവുള്ളൂ എന്ന് പറയാം. എന്നാലും ഈ സമയത്ത് എൻ്റെ ഒരു ക്രൈസിസ് വന്നപ്പോൾ നീ എന്നെ രക്ഷിക്കാനായിട്ട് എന്നോടൊപ്പം നിന്നല്ലോ. ഈ നന്ദിയും കടപ്പാടും എങ്ങനെ ഞാൻ നിന്നോട് മറക്കും? ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ എന്ന് പറയാം. പിങ്കി പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ. നിനക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ട കടമ എനിക്കില്ലേ?
എന്ന് പറയാം. അങ്ങനെ നന്ദയുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി പിങ്കി വിടുവാണ്. അങ്ങനെ നന്ദ അങ്ങോട്ട് പോവാ. ഈ സമയം പിങ്കി മനസ്സിൽ പറഞ്ഞു, നീ ഗൗതമായിട്ട് പിരിഞ്ഞു ഇവിടുന്ന് പോകണം, അത് മാത്രം എൻ്റെ ആഗ്രഹം. എങ്കിലല്ലേ എനിക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അഭിരാമി ആര് വേണല്ലോ ആയിക്കോട്ടെ, ആരാളും കുഴപ്പമില്ല. ഒരു പക്ഷേങ്കിൽ അവൾ ക്യാപ്റ്റൻ അഖിലയാണെങ്കിൽ അഖിലേനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്ന കാര്യം താൻ ഏറ്റു. അങ്ങനെയാണെങ്കിൽ അഭിരാമിയുടെ കാര്യം പോലീസ് നോക്കിക്കോളും. പിന്നെ ഗൗതത്തിന് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ആരും ഉണ്ടാകത്തില്ല. പിന്നെ തൻ്റെ മാത്രമായിരിക്കും ഗൗതം. അങ്ങനെ ഒരു ചിന്തയായിരുന്നു, കുടില ബുദ്ധിയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഗൗതം പോയ വഴിയെ തന്നെ അർജുൻ അങ്ങോട്ട് കയറിപ്പോണം. അങ്ങനെ ഗൗതം നേരെ ചെല്ലുന്ന ഒരു റൂമിലേക്കാണ്. ചിലപ്പം അർജുനോട് ഇതെന്താ റൂമിലേക്ക്, ഒരു പക്ഷെ അഭിരാമി ഇവിടെ ആയിരിക്കുമോ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെ ചിന്ത ഉണ്ടാകുന്നുണ്ട്. കുറെ സമയം അർജുൻ മുറിക്ക് പുറത്ത് വയ്ക്കുവാണ്. ഈ സമയം ഗൗതം അകത്തേക്ക് കയറി ചെന്നു. ഗൗതത്തിനെ കണ്ടതും അഭിരാമി ചോദിച്ചു, എന്താ ഗൗതം പെട്ടെന്ന് തന്നെ തിരികെ പോകുന്നത് എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. എന്താ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, എന്തോ കാര്യമുണ്ടല്ലോ. ഒരു പ്രശ്നമില്ലെങ്കിൽ ഇങ്ങനെ മുഖം വല്ലാതിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദയുമായിട്ട് വഴക്കുണ്ടാക്കിയോന്ന് ചോദിക്കും. ഇത് കേട്ടാ ഗൗതത്തിന്റെ കണ്ണ് നിറഞ്ഞു. എന്താ ഗൗതം? അതെ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. എന്ത് പ്രശ്നം? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കാരണം ഗൗതത്തിന് ഇപ്പൊ ബുദ്ധിമുട്ടായില്ലേ, ഞാൻ കാരണം ഗൗതത്തിന്റെ ജീവനും കൂടെ തകർന്നല്ലേന്ന് ചോദിക്കാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, നീ ഇത് കഴിക്കാൻ പറയണം. കേട്ടോ അഭിരാമി പറഞ്ഞു, എനിക്ക് വേണ്ട ഗൗതം, എനിക്ക് വിശപ്പില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നന്ദയുമായിട്ടുള്ള പ്രശ്നം നീ അത് ചിന്തിക്കുകയോ വേണ്ട, കാരണം ഞാനും നന്ദ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഒന്നാവും. പിന്നെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാലും ഗൗതം ഇപ്പം നന്ദയോട് ഇത് പറയുന്നതല്ലേ നല്ലത്. വേണ്ട, ഇപ്പം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അവളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വല്ലാത്ത പ്രശ്നവും. ഒരു പക്ഷേ പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് അതിപ്പോൾ ആ കാര്യങ്ങൾ മറച്ചു വെച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. കുറേ സമയം അർജുൻ മുറിക്ക് പുറത്ത് നിന്നിട്ട് ഗൗതം പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. അർജുൻ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യാണ്, മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഗൗതം അഭിരാമിയുടെ അടുത്തിരിക്കുന്നത് കണ്ടു. പെട്ടെന്നാണ് അർജുന് അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കുന്ന. അഭിരാമിയെ കണ്ടത് ഒരു നിമിഷം അർജുൻ ഞെട്ടിപ്പോയി. ഇത് അഭിരാമിയാണല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. എന്താ അമ്മി, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് അർജുൻ പറഞ്ഞുകൊണ്ട് അർജുനെ വിളിക്കുവാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ആരാ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് ചോദിക്കാം. അതെ, ഞാൻ ഗൗതമേട്ടനെ ഫോളോ ചെയ്തു വന്നാ. ഇനിയിപ്പോൾ ഗൗതമേട്ടൻ കൂടുതൽ ഒളിക്കാനൊന്നും നോക്കണ്ട. അപ്പം നന്ദയുടെയും പിങ്കിയും പറഞ്ഞ് അഭിരാമി ഇവളായിരുന്നല്ലേന്ന് ചോദിക്കാം. അല്ല സത്യം പറ ഗൗതമേട്ട, എന്താ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാം. ഇത് കേട്ടതും അഭിരാമി ഒന്നും മിണ്ടിയില്ല. എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലോ ഒരു വാക്ക് തുറന്നു പറയാൻ മേലായിരുന്നോ. ശരിക്കും പറഞ്ഞ് നന്ദയടത്തിനെ ചതിച്ചുകൊണ്ടിരിക്കുമല്ലേ ഗൗതമായിട്ട് ചെയ്തതെന്ന് ചോദിക്കുക. ഈ സമയം അഭിരാമി എന്തേ അർജുൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയില്ല, അങ്ങനെ ചിന്തിക്ക് പോലും ചെയ്യില്ലെന്ന് പറയാം. ആഹോ, അപ്പം ഞാൻ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ലേ, നിങ്ങൾക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ. അല്ല സത്യം പറ, എന്താ അഭിരാമി ഗൗതന്ന് അവിടെ ഹോസ്പിറ്റലിന്റെ ആ റെക്കോർഡിലൊക്കെ കണ്ടെന്ന് നന്ദയടത്തി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, അതെനിക്ക് അറിയണമെന്ന് പറയാം. ഈ സമയം ഗൗതം പറഞ്ഞു, അർജുൻ നീ ഒന്ന് പതുക്കെ പറ, നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കാൻ പറയണം. അതെ, അങ്ങനെ ഞാൻ പോകാനായിട്ട് വന്നതല്ല, എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. എന്താ ഇവളുമായിട്ടുള്ള ബന്ധം, ഒരു പക്ഷേ കുട്ടിക്കാലത്തെ ആ ഒരു ബന്ധമാണ് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് വരുന്നത്, അതോ നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവളുടെ വിവാഹം കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. എന്താ ഗൗതമേട്ട, എന്താന്ന് ചോദിക്കണം. നീ ഇങ്ങോട്ട് വന്നേ പറയാന്നും പറഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ഈ സമയത്ത് അഭിരാമിക്ക് ടെൻഷനായി. ഇപ്പൊ അർജുനോട് ഗൗതം സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ? അങ്ങനെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയാന്ന് പറയണം. എനിക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സത്യാവസ്ഥ അറിയണം, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയണം, അതറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാം. അവസാനം അർജുൻ്റെ മനസ്സ് ഓർക്കാനായിട്ട് ഗൗതം തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഇത് മനസ്സിലിട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അർജുൻ ഇപ്പം തന്നെക്കുറിച്ച് തെറ്റായ രീതിയിൽ എന്തൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഗൗതം പറഞ്ഞു, ഇത് ഒഫീഷ്യലായിട്ടൊരു കാര്യമാണ്, നീ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് അഭിരാമിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയാം. എങ്കിൽ പിന്നെ എന്തിനാ ഈ കാര്യങ്ങൾ നന്ദയടത്തിയോട് പറഞ്ഞാൽ എന്താ കുഴപ്പമിരിക്കണേ? ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, എനിക്ക് ആ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല, അതിന് കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചേ, എനിക്ക് ആ കാരണം അറിയണമെന്ന് പറയാം. പിന്നീട് അർജുനോട് അഭിരാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അർജുൻ പറഞ്ഞു, എന്താ ഗൗതമേട്ടൻ എന്താ ഈ പറയണേ? ഗൗതമേട്ടൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? വലിയ തെറ്റാ ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്കറിയാം അർജുൻ, പക്ഷെ എൻ്റെ ജീവൻ തിരികെ തന്നതല്ലേ സൂരജ്, അപ്പൊ സൂരജിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട കടമ എനിക്കില്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസ് അങ്ങനെ അന്വേഷിച്ച് വന്നാല് ഗൗതമേട്ടൻ്റെ ജോലി പോകുന്ന കാര്യമാണ്. അത് മാത്രമല്ല, നന്ദയടത്തി എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും കൂട്ടു നിൽക്കത്തില്ല. നന്ദയടത്തി ഒരു പോലീസുകാരൻ്റെ മോള് തന്നെയാ. അത് മാത്രമല്ല, നന്ദയടത്തിയുടെ സ്വഭാവം അറിയാലോ, ഒരിക്കലും ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറയാം. എനിക്കറിയാം അർജുൻ, ഒരു കാര്യം ചെയ്യാം, ഒരിക്കലും അത് നന്ദ അറിയരുത്, ഇപ്പൊ നീ ഇവിടുന്ന് പോവും പറയണം. അതെ ഞാൻ പോവാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് പോലീസിനെ കൈമാറിക്കണം അഭിരാമീനെ, അല്ലെങ്കിൽ
അഭിരാമിനെ കുറിച്ച് ഇനിയിപ്പോൾ ചിന്തിക്കുക വേണ്ട, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ച് പറയാന്ന് പറയാം. വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്തു തരണം. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ അവളിത് അറിയാൻ പാടില്ലെന്ന് പറയണം. അങ്ങനെ തകർന്ന മനസ്സോടുകൂടിയാണ് അർജുൻ വീട്ടിലേക്ക് പോരുന്നത്. ഈ സമയത്തോ നന്ദ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഗൗതം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നന്ദയുടെ വരവ്. പിന്നീട് നന്ദ അങ്ങോട്ട് വരുന്ന സമയത്താണ് ഗൗതം മെഡിസിൻ വാങ്ങിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നന്ദേനെ കണ്ടു. പെട്ടെന്ന് ഗൗതം ഒരു നിമിഷം ഞെട്ടിപ്പോയി നന്ദേനെ കണ്ട ഉടനെ. നന്ദ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. ഓഹോ, അപ്പൊ ഇങ്ങോട്ടായിരുന്നില്ലേ വന്നത്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ആയി വന്നില്ലേന്ന് ചോദിക്കാം. അല്ല നന്ദ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവിടെ അഭിരാമി ഉണ്ടാവില്ലേന്ന് ചോദിക്കാം. അല്ല നന്ദ, എനിക്കറിയാം. അപ്പൊ എന്നോട് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ടാ ഓടി വന്നേ. അപ്പൊ എന്നേക്കാളും പ്രാധാന്യം, ഇന്ത്യവരത്തിനേക്കാളും പ്രാധാന്യം ഗൗതം സാറിന് ഇവളായിരുന്നില്ലേ, അഭിരാമിയല്ലേ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ ബന്ധം എന്നൊന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട്. നിങ്ങളുടെ കുഞ്ഞാണ് അഭിരാമിയുടെ വയറ്റിൽ വളരുന്നല്ലേന്ന് ചോദിക്കുക. ഇതെന്താ നീ വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയില്ലെന്ന് പറയാ. ഓ, അനാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ? അപ്പൊ ഞാൻ പറയുന്നല്ലേ തെറ്റല്ലേന്ന് ചോദിക്കാം. ഇതെന്താ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരു കാര്യം ഉറപ്പായി, എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ആ കഴുത്തെ കിടങ്ങ് താലി ഇങ്ങോട്ട് വലിച്ചൂരുവാണ്. ഊരി എടുത്തിട്ട് നേരെ ഗൗതമിന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഇത് പിടിച്ചോ, ഇനി എനിക്ക് ഈ ഒരു ബാധയുടെ ആവശ്യമില്ല. കാരണം ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്ന ഈ താലി കഴുത്തിലിട്ടുകൊണ്ടിരുന്ന. പക്ഷെ ഇന്ന് മുതൽ ഞാൻ ഗൗതം സാറിന്റെ ഭാര്യയല്ല. ഗൗതം സാറിന്റെ ഭാര്യയുള്ള യോഗ്യത എനിക്കില്ല. ഇനിയിപ്പോൾ അഭിരാമിയായിട്ട് നല്ലൊരു ജീവൻ ജീവിച്ചോ, ഞാനായിട്ട് ഒരു തടസ്സമായിട്ട് ഇടയിലേക്ക് കയറി വരില്ല എന്ന് പറഞ്ഞ് നന്ദ അങ്ങ് തിരിയുമ്പോഴത്തേനും ഗൗതം, നന്ദ അവിടെ നിൽക്കുക, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കേൾക്കാനും ഇല്ല. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് അഭിരാമി ആരാന്നുള്ളത്. സത്യാവസ്ഥ പറയാൻ ഗൗതം സാറിന് കൂട്ടാക്കിയില്ല. ഇനിയിപ്പോൾ നമ്മൾ തമ്മിലൊരു ബന്ധമില്ലാന്നും പറഞ്ഞ് നന്ദ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നമ്മൾ തമ്മിൽ കാണത്തില്ല എന്നും കൂടെ പറഞ്ഞു. ഈ സമയത്ത് പിങ്കി അടുത്തേക്ക് ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല നന്ദ എന്തെന്ന് ചോദിക്കുകയാണ്. നന്ദ പോയല്ലോ, എങ്ങോട്ട് പോയി? അല്ല നന്ദിനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? ഗൗതം ഒരു കാരണവശാൽ ഇനി അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. വേറൊരുത്തിയായിട്ട് അഭിഹിത ബന്ധമുണ്ടല്ലോ, പിന്നെ എന്തിനാ നന്ദ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക. നന്ദ അവളുടെ പാട് നോക്കി പോയെന്ന് പറയാണ്. ഇത് കേട്ട ലക്ഷ്മമ്മയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ലക്ഷ്മമ്മ പറഞ്ഞു, നീ എന്തൊക്കെയാ പിങ്കി പറയണേന്ന് ചോദിക്കുക. ഈ സമയം അരുന്ധതിയും മോഹിനിയും പവിത്രയ്ക്ക് അങ്ങോട്ട് വരുവാണ്. അടുത്തേച്ച് എന്താ ഒരു പ്രശ്നം, എന്താ ഒരു ബഹളം ചോദിക്കുക. ദേ ഇവളുണ്ടല്ലോ, ഈ പിങ്കി കാരണം എല്ലാം നശിച്ചു, ഈ കുടുംബം മുഴുവൻ നശിച്ചെന്നവർ പറയാ. പെട്ടെന്ന് ചോദിച്ചാൽ എന്താ ലക്ഷ്മി നീ പറയണെന്ന് ചോദിക്കുക. നന്ദയുണ്ടല്ലോ, നന്ദനെ ഓരോ എരിപരി കൊട്ടി ഇവൾ ഇവിടെ നിന്ന് വിട്ടിരിക്കുന്നു. നന്ദ പോയി നീ വീട്ടിൽ നിന്ന്. നന്ദ പോയെന്നോ? എങ്ങോട്ടാ പിങ്കി? നന്ദ പോയത് എങ്ങോട്ടാന്ന് അവളോട് തന്നെ വിളിച്ചു ചോദിച്ചു നോക്ക്. അവൾ ഇനി വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നില്ല. ഗൗതത്തിന് വേറൊരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദ ഈ വീട്ടിൽ നിന്ന് പോയെന്ന് പറയാ. ഇത് കേട്ടത് അരുന്ധതി അങ്ങോട്ട് ചെന്നു. നീ എന്താ പിങ്കി പറഞ്ഞേ? ഓഹോ, അപ്പൊ നീയാണല്ലേ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിച്ചേ. നന്ദനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നീ മാക്സിമം പരിശ്രമിച്ചല്ലേ? ഇത് കേട്ട് പിങ്കി പറഞ്ഞു, അല്ല വല്യമ്മ എന്തറിഞ്ഞിട്ടാ പറഞ്ഞു? വല്യമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ ഗൗതമും അഭിരാമി എന്നൊരു അവിഹിത ഒരു ബന്ധമുണ്ടെന്ന്. പിന്നെ എന്തിനാ എന്റെ നേർക്ക് ചാടി കടിക്കണേന്ന് ചോദിക്കാം. അവിഹിത ബന്ധമുണ്ട് പോലും, കിട്ടിയ സമയം നീ മാക്സിമം അങ്ങോട്ട് വിനിയോഗിച്ചല്ലേ പിങ്കി എന്ന് ചോദിച്ചോട്ടോ. അങ്ങ് ചെന്നിട്ട് ആ കാരണം പൊത്തി ഒറ്റ എണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ്. ഇത് നിനക്ക് നേരത്തെ ഞാൻ തരണ്ടായിരുന്നു, എന്തെങ്കിലും നീ മുമ്പേ നന്നായെന്ന് പറയുമായിരുന്നു. ഇത് കണ്ടതും മോഹിനിയും പവിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.